ഇക്കാണുന്ന കൈമുദ്രകളൊക്കെ കാണിച്ച് ഞാനും അതിനും കൂടെ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഒന്ന് പെടന്ന് വീണ ഏത്തവാഴ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് ഭയങ്കരമായിട്ട് പഴുത്ത് പോവേ. സത്യം പറഞ്ഞാൽ വെട്ടിയെടുത്ത് സ്പീഡിലൊക്കെ കൊണ്ടുപോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഈസിയാന്ന് തോന്നും, പക്ഷേ നല്ല വെയിറ്റുള്ള പോലെയായിരുന്നു. എന്നെക്കൊണ്ട് അത് പൊക്കാനൊന്നും പറ്റുന്നില്ലെന്ന്. പിന്നെ ഒരു വിധത്തിൽ ഞാൻ കൊണ്ടുപോയി അവിടെ വെച്ചു. അത് വെച്ച് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ അടുത്ത വാഴ പെടന്നായിരുന്നു. ഇപ്പം നിലവിൽ ആ കാണുന്ന പോലെ ഞങ്ങൾ കൊടുക്കാൻ നിർത്തിയേക്കുന്നതായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെടന്ന് വീണ് കഴിഞ്ഞ ഒത്തിരി ദിവസത്തിന് നിർത്താനൊന്നും പറ്റത്തില്ല. അപ്പം തന്നെ നമ്മൾ വെട്ടി. സത്യം പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആ കൊലയ്ക്ക്. വെട്ടിയിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, കൈ നിന്നില്ല പിടിച്ചിട്ട്. ആൻറ്റിയും അമ്മയും കൂടെയാണ് അത് വെട്ടിയത്. നേരെ അത് നിലത്തോട്ടാണ് പോയത്. പക്ഷേ ഭാഗ്യത്തിന് എന്തായാലും കൊലയ്ക്കൊന്നും പറ്റിയില്ല. അപ്പം തന്നെ നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് അത് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കടയിലാണ് കൊണ്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ വെട്ടി വെച്ചിരുന്ന കൊലയിൽ നിന്ന് ഒരു 2-3 കായ എടുത്തിട്ട് നമ്മൾ വറുത്തായിരുന്നേ. സത്യം പറഞ്ഞാൽ രാസവളമൊന്നും ഉപയോഗിക്കാതെ ഉള്ള സാധനങ്ങളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും രുചി ഉണ്ടായിരുന്നു നമ്മൾ ഈ കാ വറുത്തപ്പോഴത്തേക്കിനും കേട്ടോ. എൻ്റെ കൈ നിറച്ച് കറയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.